രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പം അർജുനൻ എന്തേ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഈ ഗുരുനാഥന്മാരെയൊക്കെ കൊന്നിട്ട് കിട്ടണ ആ സുഖഭോഗങ്ങൾ ഒക്കെ രക്തപങ്കിലമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലാണ്ട് ഭിക്ഷ എടുക്കുകയാണ് നല്ലതെന്നാണ് പറഞ്ഞത്. ഇത് അർജുനൻ അവൻ സ്വന്തമായിട്ട് പറഞ്ഞത് തന്നെയാണ്. ഇത് പറഞ്ഞതിൻ്റെ ശേഷം എന്നിട്ട് പിന്നീട് അർജുനൻ പറയുകയാണ് ആറാമത്തെ പദ്യം. അഞ്ചാമത്തേതൊക്കെ ബുദ്ധിയായാലും ഇനി 6 പറയാലോ. ആറാമത്തെ പദ്യത്തിൽ പറയുകയാണ്, അതും വലിയ ശ്ലോകാട്ടോ, അനുഷ്ടുപ്പല്ലേ, വലിയ ശ്ലോകമാണ്. കണ്ടില്ലേ? ന ചെയ്തദ്വിത്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാ നോ ജയേയോ യാനേവ ഹത്വാ ന ജിജീവിഷാമ തേവസ്ഥിതാ പ്രമുഖേ ധർത്തരാഷ്ട്രാഹ. ഇതാണ് ആറാമത്തെ പദ്യം. ഒന്ന് ചൊല്ലിത്തരാം, ശ്രദ്ധിച്ച് ചൊല്ലിക്കോളൂ. ആദ്യത്തെ ഒരു വരി ചൊല്ലാം. ന ചെയ്തദ്വിത്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാ നോ ജയേയോ യാനേവ ഹത്വാ ന ജിജീവിഷാമ തേവ സ്ഥിതാ പ്രമുഖേ ധർത്തരാഷ്ട്രാഹ. ഇപ്പം തോന്നുന്നു അവിടെ സ്തേവസ്ഥിത എന്ന് പറയണ്ടേന്നില്ലേ അല്ലേ? അങ്ങനെ വേണ്ട. എന്താ കാരണം? നമ്മൾ അപ്പുറത്ത് വിസർഗം പറഞ്ഞു. മൂന്നാമത്തേൽ ഒന്ന് ചെല്ലണ്ട പറയുന്നത് കേട്ടുള്ളൂ. യാനേവ ഹത്വാന ജിജീവിഷാമ, അവിടെ വിസർഗം പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ എന്തേ വേണ്ടു? തേവസ്ഥിതാഹ ആണ്. ആ വിസർഗ ആണ് സന്ധി ചേരുമ്പോൾ സകാരമായിട്ട് മാറുന്നത്. അപ്പോൾ വിസർഗം അവിടെ വേറെ പറഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് ചേരണ്ട? സകാരം വേണ്ട. അപ്പോൾ അത് മുറിച്ച് ചെല്ലുമ്പം തേവസ്ഥിതാ പ്രമുഖേ ധർത്തരാഷ്ട്രാഹ. തേവസ്ഥിതാ പ്രമുഖേ ധർത്തരാഷ്ട്രാഹ. ഇതാണ്. ഒന്നും കൂടി വേണേ ചൊല്ലിക്കോളൂ. ന ചെയ്തദ്വിത്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാ നോ ജയേയോ യാനേവ ഹത്വാ ന ജിജീവിഷാമ തേവ സ്ഥിതാ പ്രമുഖേ ധർത്തരാഷ്ട്രാഹ. ശരിയായില്ലേ? ചെല്ലനാക്ക മനസ്സിലായില്ലേ? ഇനി പദച്ഛേദം പറയാം. ന ചെയ്തദ്വിത്മ എന്നുള്ളത് ന ച ഏതത്. ആദ്യത്തെ വാക്ക് ച അധികം ഏതത് അധികം വിത്മഹ. ന ചെയ്തദ്വിത്മ ചെയ്തദ്വിത്മ എന്നുള്ളതിന് ച അധികം ഏതത് അധികം വിത്മഹ. കതരന്നോ എന്നുള്ളത് കതരത്ത് അധികം നഹ. കതരന്നോ എന്നുള്ളത് കതരത്ത് അധികം നഹ. അപ്പോൾ 2 പദങ്ങൾ കതരന്നോ എന്നുള്ളത് അങ്ങനെ ഉണ്ടായതാ, ഒരു വാക്കല്ല, 2 ചേർന്നുണ്ടായതാ. കതരത്ത് അധികം നഹ കതരന്നോ. പിന്നെ ഗരീയ, ഗരീയോ എന്നുള്ളത് ഗരീയ, കുഴപ്പമില്ല. യദ്വ എന്നുള്ളതിന് പദച്ഛേദമുണ്ട്. യത് അധികം വാ യദ്വ. യത് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ വാ എന്ന് വേറെ 2 വാക്കാണ്. യദ്വ. ജയേമ യദി വാ നോ ജയേയോ. നോ എന്നുള്ളത് നഹ എന്നാണ് വരിക വേറെ വേറെ പറയുമ്പം, അവിടെ കുഴപ്പമില്ല. പിന്നെ യാനേവ, യാനേവ എന്നുള്ളത് യാൻ അധികം ഏവ യാനേവ. യാൻ അധികം ഏവ യാനേവ.
ഹത്വാ ന ജിജീവിഷാമസ്തേവ സ്ഥിത. അതൊരു ഒരൊറ്റ വാക്കായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത്. ജിജീവിഷാമസ്തേവ സ്ഥിത എന്നില്ലേ, അത് പദച്ഛേദം ചെയ്യുമ്പം ജിജീവിഷാമഹ തേ അവസ്ഥിതാഹ എന്ന് വരും. ജിജീവിഷാമഹ പിന്നെ തേ, ജിജീവിഷാമഹ അധികം തേ. ഈ അധികം എന്നുള്ളത് പ്ലസ് എന്നുള്ളതിന് പറയണ്ട കേട്ടോ. പണ്ട് അങ്ങനെ പറയുക, ഇപ്പോഴാണ് പ്ലസ് മൈനസ് ഒക്കെ തുടങ്ങിയത്. അപ്പം ജിജീവിഷാമഹ അധികം തേ അധികം അവസ്ഥിതാഹ. ആന്നുണ്ടേ അവസ്ഥിതാഹ ചേർത്ത് പറയുമ്പം ജിജീവിഷാമസ്തേവസ്ഥിതാഹ എന്ന് പറയും. 3 പദം. ജിജീവിഷാമഹ തേ അവസ്ഥിതാഹ, ജിജീവിഷാമസ്തേവസ്ഥിതാഹ. സാധനല്ലേ അല്ല ആന്ന് വായിക്കുന്നു വേണ്ടത്. അതെന്താ വെച്ചാൽ അതൊക്കെ ഈ രാമായണം വായിക്കുന്നവർക്ക് സംശയം ഉണ്ടാവില്ല. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഢ്യോഹം എന്നമ്രേടിതം കലർന്നിടും ദിശാന്തരേ ജന്തുക്കൾ ആ ഭാഗത്ത് ഇത് വരുന്നുണ്ട്. ബ്രാഹ്മണോഹം അവിടെ ആരെങ്കിലും വായിക്കണ്ടോ? അതെന്താ വെച്ചാൽ സന്ധി ചേര. ബ്രാഹ്മണ അഹം ബ്രാഹ്മണോഹം ആഠ്യ അഹം ആഠ്യോഹം ആഠ്യോഭിജനവാനസ്മി കൊന്യൂസ് എന്നൊക്കെ പറഞ്ഞതിൽ തന്നെ വരും. ആഠ്യ അഹം ആഠ്യോഹം. ശരിയായില്ലേ? നരേന്ദ്ര അഹം നരേന്ദ്രോഹം. അപ്പോൾ ആ നരേന്ദ്ര കഴിഞ്ഞിട്ട് അഹത്തിൻ്റെ അകാരം അവിടെ ഉണ്ട്, പക്ഷെ അത് സന്ധി ചേരുമ്പോൾ ഉണ്ടാവില്ല, കാണില്ല. അപ്പം അതുകൊണ്ട് ആന്ന് പറയാൻ പാടില്ല. അവിടെ സന്ധി പിരിക്കുമ്പോഴേ പറയാവൂ, സന്ധി ചേർക്കുമ്പം ആന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വൃത്തം തെറ്റി. ഇപ്പം ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഠ്യോഹം എന്നമ്രേടിതം കലർന്നീടും ദശാന്തരെ, അതൊരു വൃത്തത്തിലാണ് പോകുന്നത്. ഇപ്പം ബ്രാഹ്മണഹാഹം നരേന്ദ്രഹാഹം അഠ്യഹാഹം എന്നൊക്കെ പറഞ്ഞാൽ പ്രാന്താവില്ലേ? വൃത്തഭംഗം വരും. വൃത്തഭംഗം വരുത്തരുത് ഒരിക്കലും. അപ്പം എന്നാലും നമ്മൾ പറഞ്ഞില്ല എന്താ, വൃത്തം തെറ്റിക്കരുത് ഒരിക്കലും. വൃത്തം എന്ന് പറഞ്ഞ ഒരു താളാണ്. ആ താളത്തിലാണ് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഘടിപ്പിച്ച് വെച്ചതേ. ഇപ്പോൾ ഓട്ടുകമ്പനിയിൽ ഓടെങ്ങനെയാണ് വയ്ക്കുക? ഓട് വിൽക്കണ കടയിലോ കമ്പനിയിലോ ഓടെങ്ങനെയാണ് വയ്ക്കുക? പരത്തിയിട്ടാ ചെയ്യുക? അല്ല. പാത്രം വിൽക്കണ കടയിൽ പാത്രങ്ങൾ എങ്ങനെയാണ് വയ്ക്കുക? നമ്മുടെ അടുക്കളയിൽ എങ്ങനെയാണ് വയ്ക്കുക? ശരിയല്ലേ? അടുക്കളയിൽ പാത്രങ്ങളൊക്കെ സകല ഇക്കിലും ഇങ്ങനെ മഹാഭാരത യുദ്ധഭൂമി പോലെ ഉണ്ടാവും കിടക്കുന്നത് കണ്ടാൽ. ശരിയല്ലേ? ആ പാത്രക്കടയിലോ അടുക്കട കണ്ടാൽ തന്നെ വാങ്ങണം എന്ന് തോന്നുന്നു. അങ്ങനെ കണ്ട് വാങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ പരന്ന് നടക്കുന്നത്. വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു വെപ്പിൻ്റെ ശൈലിയാണ്. എന്താ, ഒതുക്കി വയ്ക്കുക. അതുപോലെ പദങ്ങൾ ചേർത്ത് ഒതുക്കി വെക്കണേര്. അപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണോഹം എന്നേ പറയാവൂ. പദച്ഛേദം ചെയ്ത് അർത്ഥം പറയുമ്പം ബ്രാഹ്മണ അഹം പദച്ഛേദത്തിലേ വരുള്ളൂ കേട്ടോ. ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ ആകാരം വായിക്കരുത്. ഇപ്പോൾ ഇവിടെ തന്നെ തേ അവസ്ഥിത എന്നുള്ള തേ അവസ്ഥിതാഹ എന്ന് വായിച്ചു നോക്ക്, വൃത്തം തെറ്റും. വൃത്തം തെറ്റരുത്. അപിമാഷം മഷം കുര്യാൽ ഛന്ദോഭംഗം എന്ന കാരയേൽ എന്നൊരു പ്രമാണമുണ്ട്. മാഷം എന്നുള്ള വാക്കിന് മഷം എന്ന് പറഞ്ഞാലും തരക്കടില്ല, വൃത്തം തെറ്റിക്കരുത്. ഒരു വാക്കിന് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്. മാഷം എന്ന് പറഞ്ഞാൽ ഉഴുന്നില്ലേ, ഉഴുന്ന്. നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കണില്ലേ? എന്തുകൊണ്ട്? മണലോ? ഉഴുന്ന്. ആ ഉഴുന്നിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് മാഷം. മാഷം എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. നമ്മളെ മാഷം ചേർത്തു എന്നൊക്കെ മരുകളോട് ചോദിക്കണം. എന്നിട്ട് എന്ത് അപ്പോൾ തന്നെ തീരുമാനമാവും ഇല്ലേ? മാഷം എന്ന് പറഞ്ഞാൽ ഉഴുന്നാണ് കുട്ടി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പഠിക്കട്ടെ വാക്കുകളൊക്കെ പുതിയത്. മകളാ മരുമോളാ മരുമകനും മരുമകനും ഒക്കെ പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. മാഷം എന്ന് പറഞ്ഞാൽ ഉഴുന്ന്. അപ്പം അപ്പീ മാഷം മഷം കുര്യാൽ, മാഷം എന്നുള്ളതിനെ നിങ്ങൾ മഷം എന്നാക്കിക്കോളൂ, കുഴപ്പമില്ല. ഛന്ദോഭംഗം എന്ന കാരയത്, വൃത്തം തെറ്റിക്കരുത്. അതാണ് അതൊരു വൃത്തം തെറ്റിയാൽ നമുക്ക് അപ്പം മനസ്സിലായി ഇത് എവിടെയോ ഒന്ന് പെശകായിന്ന്. ഒക്കെ ഒരു താളാണ് ഇത്. ആ താളം പോരുത്. വൃത്തം എന്ന് പറഞ്ഞാൽ തന്നെ താളബോധത്തിൽ നിന്നാണല്ലോ ഉണ്ടാവുന്നത് വൃത്തം എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ ഇവിടെ അപ്പം തേവസ്ഥിതാഹ എന്നേ പറയാവൂ. തേ അവസ്ഥിതാഹ എന്ന് പദച്ഛേദത്തിലേ പറയാവൂ. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ പറയുമ്പം ജിജീവിഷാമഹ അധികം തേ അധികം അവസ്ഥിതാഹ ജിജീവിഷാമസ്തേവസ്ഥിതാഹ എന്നാണ്. ആ തേന്ന് കഴിഞ്ഞിട്ട് സ്ഥ തന്നെ പറയണം കേട്ടോ. തേവസ്ഥിതാഹ
പ്രമുഖേ ധർത്തരാഷ്ട്ര. വേറെ ഒന്നുമില്ല, അപ്പം അതിശയതൊന്നുമില്ല. ധർത്തരാഷ്ട്രാഹ, അത് പ്രതിഷേധമില്ല. ധർത്തരാഷ്ട്രാഹ. അല്ല, അതെന്താ ചോദിച്ചാൽ ഈ ഇപ്പം ധർത്തരാഷ്ട്രാഹ എന്ന് പറയണോ ഹ എന്ന് തന്നെയാണോ പറയുക എന്ന് ചോദിച്ചാൽ എന്നല്ല അത് പറയേണ്ടത്. ശരിക്കേ അത് പറയുക വെച്ചാൽ ഇപ്പം രാമ, ഇതാണ് അതിൻ്റെ ഉച്ചാരണം. രാമ എത്ര പേര് പറയും? ഇപ്പം ഈ രാമ എന്ന് പഠിപ്പിച്ചാൽ പറയണം എന്താ പറയുക? രാമ. വ്യത്യാസം മനസ്സിലായില്ലേ? ആദ്യത്തേതിന് വിസർഗമുണ്ട്, രണ്ടാമത്തേതിന് ഇല്ല. അപ്പം നമ്മൾ പണ്ടൊക്കെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ രാമ എന്നാ പറയും. നമ്മൾ വയ്യാണ്ടായിട്ട് ഇത് പറയും, കുട്ടി വൈകുന്നേരം രാമ എന്ന് പറയുന്നു. അതിന് വിസർഗമില്ല. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾക്ക് അതിന് വിസർഗം ഉണ്ടാവില്ല. എഴുതി കൊണ്ടുവരുമ്പോൾ ഒരൊന്നിനും വിസർഗമില്ല, ഒരു കഥയും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ നടക്കണ വഴിക്ക് തെളിച്ചില്ലെങ്കിൽ പിന്നെ തെളിക്കണ വഴിക്ക് നടക്കുക എന്നല്ലേ വഹിക്കുമോ? അപ്പം അങ്ങനെയല്ല. അപ്പം ഈ കുട്ടികൾക്കൊന്നും അങ്ങടെ ഇപ്പം പുതുമക്കാർക്ക് ആരംഭക്കാർക്ക് അത് മനസ്സിൽ വരില്ലേ? അങ്ങനത്തെ ഒരു ശീലമില്ലല്ലോ. എന്താ വെച്ചാൽ ഇപ്പം രാമ ഗത പണ്ടെങ്ങനെയാണ് പറയുക ചേട്ടോ? വിട്ടുച്ചരിക്കുക. ഈ ഒത്തെല്ലാം വേദം ചൊല്ലി പഠിക്കുമ്പോഴൊക്കെ വിട്ടുച്ചരിക്കുക എന്നാണ് പറയും. വിട്ടുച്ചരിക്കുക ചേർന്ന് അതിനെ ഗത ഗത കണ്ടില്ലേ? വിടാണ്ട ഉച്ചരിക്കുമ്പോഴോ ഗത. ഒരു പിടുത്തണ്ട അവിടെ ഗത ആണ്. രാമ വിട്ടിട്ടില്ല, വിട്ടുച്ചരിക്കുമ്പോൾ രാമ ഹകാരം വന്നു. ഇതാണ് അതിൻ്റെ ഉച്ചാരണം. അങ്ങനെ ഉച്ചരിച്ചാൽ എന്തുണ്ടാവില്ല? ഇപ്പം രാമ എന്ന് പറയും. ഇപ്പം ഇവിടെ പറയുക ധർത്തരാഷ്ട്ര, ഇതാണ് അതിൻ്റെ ശരിയായ ഉച്ചാരണം. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ഉച്ചരിച്ച് കേൾപ്പിച്ചാലും കേൾക്കണവരും പറയണവരും ആരംഭക്കാരെന്ത് ചെയ്യില്ല? ആ സാധനം കൂട്ടില്ല. അപ്പം അതുകൊണ്ട് ധർത്തരാഷ്ട്ര എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ എഴുതുമ്പം ധർത്തരാഷ്ട്ര എന്നവിടെ എഴുതി വയ്ക്കും. അപ്പം അതിൻ്റെ ശേഷം എന്ത് തുടങ്ങി? പരദേശി പട്ടമാരന്മാർ എന്ത് ധർത്തരാഷ്ട്രാഹ ഞങ്ങളുടെ അതെങ്കിലും ഉണ്ടാവില്ല, അവിടെ കുറച്ച് അധികം ആയിക്കോട്ടെ. ഹകാരത്തിൻ്റെ പകുതിയേ വേണ്ടൂ. എന്താണ്? ഹകാരത്തിൻ്റെ പകുതിയേ വിസർഗത്തിൻ്റെ ഉച്ചാരണം വരുള്ളൂ. പക്ഷെ അങ്ങനെ അത് ഉച്ചരിച്ച് കേൾപ്പിക്കാൻ പാടൊന്നുമില്ലെങ്കിലും കേട്ട് മനസ്സിലാക്കണവർക്ക് പലപ്പോഴും അതെന്ത് പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ ഒന്നോ രണ്ടോ കുട്ടികളെ അടുത്തിരുത്തിയിട്ട് ഒരേ സമ്പ്രദായത്തിൽ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് വരുമ്പം ഒപ്പത്തിനൊപ്പം തിരുത്താൻ പറ്റി. ഇപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് പോയിട്ട് പിന്നെ അടുത്ത മാസം കാണുക. അല്ല, നമ്മളെ കാലഘട്ടം മാറുമ്പോൾ ഉണ്ടാവുന്ന സൗകര്യങ്ങളുടെയും ആ ഒരു വ്യത്യാസമാണേ. അതിപ്പോൾ ആർക്കാ മാറ്റാൻ പറ്റുക? നമുക്കിപ്പോൾ അങ്ങനെ പറ്റുമോ? ജീവിക്കേണ്ട എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് സാഹചര്യങ്ങൾ മാറുമ്പം അതിനനുസരിച്ചുള്ള വിദ്യകൾ കാണുക എന്നല്ലാതെ അപ്പോൾ എന്തേ വേണ്ടു വെച്ചാൽ അതിനിങ്ങനെ ഹ എന്ന് പറയും. ഹ എന്നല്ല അത്. അങ്ങനെ ഹ എന്നാണ് അതിൻ്റെ ഉച്ചാരണം വെച്ചാൽ പിന്നെ എന്തിനാ ഈ വിസർഗം അങ്ങനെ രണ്ട് ഇതായിട്ട് എഴുതുന്നത്? ഒരു ഹ എന്ന് അവിടെ എഴുതിയാൽ പോരാ. വ്യത്യാസം മനസ്സിലായില്ല? ഇതാണ് അതിൻ്റെ സൂക്ഷ്മ വിശകലനം. കിട്ടുമോ? അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറയുമ്പോൾ ധർത്തരാഷ്ട്രാഹ എന്ന് പറഞ്ഞ് ശീലിച്ചോളൂ. പിന്നെ കുറേ കഴിഞ്ഞാൽ ആ സംസ്കൃതത്തിൻ്റെ പാഠങ്ങളിലൊക്കെ മുന്നേറി കുറച്ച് പ്രാപ്തിയായാൽ ഇതിലേക്ക് ഇങ്ങനെ കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാമല്ലോ. ഒന്നുമില്ലെങ്കിൽ പിന്നെ കൂട്ടാൻ വിഷമാണേ. ഹകാരത്തിന് ഒന്ന് മുഴുവനുണ്ടെങ്കിൽ അതിന് കുറച്ച് പകുതിയാക്കിയാൽ മതി. പിന്നെ അതാണ് കുറേശ്ശെ കുറയ്ക്കുക. അപ്പം ധർത്തരാഷ്ട്ര എന്നാണ് അങ്ങനെയാണ് പറയേണ്ടത്. അപ്പം അങ്ങനെ പറഞ്ഞാൽ കേട്ട് ധാരണയിലേക്ക് വരില്ല എന്നുള്ളത്. ധർത്തരാഷ്ട്രാഹ എന്ന് പറയുമ്പം കേട്ടു, അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ന ച ഏതത് വിദ്മഹ കതരത് ന ഗരീയഃ യത് വാ ജയേമ യദി വാ നോ ജയേയുഃ യാൻ ഏവ ഹത്വാ ന ജിജീവിഷാമഃ തേ അവസ്ഥിതാഃ പ്രമുഖേ ധർത്തരാഷ്ട്രാഃ. ഇതാണ് ആ പദ്യം. ഇവിടെ എന്താ ഇപ്പം പറഞ്ഞ അർത്ഥം പറയാം. അപ്പം അത് ഛേദമൊക്കെ ശരിയായില്ലേ? ശരിയായില്ലോ. ഇനി അർത്ഥം പറയുകയാണ്. അർജുനൻ പറയുകയാണ് നച്ച ഏതത് വിദ്മ. ഏതത് ഇത്. ഏതത് പറഞ്ഞാൽ ഇത്. എന്താണ് ഇത്? ഇത് വെച്ചാൽ എന്താ അർത്ഥം? ഇത് ഇത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പം അതോ ഇത്. അപ്പോൾ പിന്നെ അതോ? അപ്പം അതോ ഇതിപ്പോൾ അതോ ഇതോ എന്ന് വിഷമായി ഇല്ലേ? ശരി, മനസ്സിലാവുണ്ടോ? ഏതത് എന്ന് പറഞ്ഞാൽ ഇത് എന്നർത്ഥം. തൊട്ടടുത്തുള്ളതിനെ പറയാനാണ് നമ്മൾ ഇത് എന്ന് പറയുക. കുറച്ച് ദൂരമുള്ളതിനെ പറയുമ്പോൾ അതെ അത് അതിൻ്റെ അതന്നെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
കുറച്ച് ദൂരമുള്ളതിനെയാണ് അത് എന്ന് പറയുക. നമ്മളെക്കാൾ അത് എന്ന് പറഞ്ഞ വസ്തുവിനേക്കാളും അതിനേക്കാൾ അടുത്തിരിക്കണതിന് നമ്മൾ ഇത് എന്നും പറയും. ഇതിനേക്കാളും അപ്പുറത്തിരിക്കണതിനെ അത് എന്നും പറയും. അതൊക്കെ ഇതൊന്നും നമ്മൾ പുസ്തകം നോക്കി പറയുന്നൊന്നുമില്ല, പണ്ടേ ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? അതല്ല കുട്ടിയെ, ഇത് ഏത് നമ്മുടെ കുട്ടിയല്ലേ, അത്രയ്ക്കൊക്കെ കഥയുണ്ടാവുള്ളൂ അല്ലേ. ഇതെന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പം അതെന്ന് പറഞ്ഞാൽ ദൂരെ ഉള്ളതും ഇതെന്ന് പറഞ്ഞാൽ അടുത്തുള്ളതും, ഇങ്ങനെയാണ് വ്യവഹാരം. അപ്പം അർജുനൻ പറയണേ എന്നുവെച്ചാ ഏതത് വിദ്മ, ഇതെന്താ വേണ്ടു എനിക്കിഷ്ടമില്ല. എന്താണ് ഏതത്? ഏത്? ഇത് എന്താ പറഞ്ഞത്? ഇത് ന വിദ്മഹ, എനിക്കറിയില്ല. വിദ്മഹ എന്ന് പറഞ്ഞാൽ അറിയുക, ന വിദ്മഹ അറിയില്ല. എന്താ പോലെ അറിയില്ല പറഞ്ഞത്? എന്തിൻ്റെ കാര്യമാണ് പറയണത്? അറിയില്ല വെച്ചാൽ ഇവിടെ എന്താ വേണ്ടോന്ന് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ഏത് കാര്യത്തിൽ അർജുനൻ അറിവില്ല ഉള്ളത്? അതന്നി പറയണത്. അതായത് പറയാണ് കതരത്ത്. കതരത്ത് എന്ന് പറഞ്ഞാൽ കതരത്ത് നമ്മളെ ഈ മലയാളത്തിൽ പറയാറില്ലേ, രണ്ടിലൊന്നിക്ക് പറയണമെന്ന് പറയില്ലേ? എന്താ രണ്ടിലൊന്ന് അറിഞ്ഞേ ഞാൻ പോവുള്ളൂ. നമ്മൾ പറഞ്ഞു എന്തിനാ രണ്ടിലൊന്നാക്കണത്, രണ്ടും തന്നെ അറിഞ്ഞ് പോവാലോ. അങ്ങനെ രണ്ടിലൊന്ന് വെച്ച അർത്ഥം എന്താ? രണ്ട് കാര്യമുണ്ട്, അതിലൊന്ന് അറിയണമെന്നല്ലല്ലോ. ഈ രണ്ടിലൊന്ന് അറിഞ്ഞേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? രണ്ടിലൊന്ന് അറിഞ്ഞേ പോവുള്ളൂ വെച്ച അർത്ഥം രണ്ട് തീരുമാനങ്ങളുണ്ട്, അതിലേത് തീരുമാനമാണ് വേണ്ടതെന്ന് തീരുമാനിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്നാ. അല്ലാതെ രണ്ടിലൊന്ന് അറിഞ്ഞേ പോവുള്ളൂ പറഞ്ഞാൽ രണ്ട് സംഗതി പറയുന്നത്, ഇത് ഏതാ, ഇത് കാക്കയാണോ ഇത് കോഴിയാണോ എന്ന് അറിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ ഭാഷ മനസ്സിലായില്ലേ? രണ്ടിലൊന്ന് അറിഞ്ഞേ പോവുള്ളൂ എന്നുള്ളതിന് സംസ്കൃതം പ്രയോഗമാണ് കതരത്ത്. ആ രണ്ടിലേത് എന്നർത്ഥം. ഇപ്പം ഏതാ രണ്ടെണ്ണം? കതരത്ത് ഇതിലേതാണ്? നഹ ഞങ്ങൾക്ക് ഗരീയഹ. ഗരീയഹ എന്ന് പറഞ്ഞാലേ ഏറ്റവും വലുത് എന്നൊക്കെയാണ്. വലുത് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉത്തമമായത്. ഇതി ഏതത് എന്ന ആ കാര്യം ന വിദ്മഹ, ഞങ്ങൾക്കറിയില്ല. എന്താ അറിയാത്തത്? കതരത്ത് ഈ രണ്ടെണ്ണത്തിൽ ഏതാണ്? നഹ ഞങ്ങൾക്ക് ഗരീയഹ. ഗരീയഹ പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഇതി എന്ന കാര്യം ഏതത് ന വിദ്മഹ, എനിക്കറിയില്ല. അപ്പം ഏതാ ഈ രണ്ട് കാര്യം? രണ്ടെണ്ണം ഉണ്ടാവണമല്ലോ. അപ്പം ഇനി അതാ പറയുന്നത്. അതിലാദ്യത്തേത് ഏതാണെന്നറിയോ? യത് വാ ജയേമഹ. എന്താണ്? യത് വാ ജയേമഹ. അതായത് ജയേമഹ ഞങ്ങൾ അവരെ ജയിക്കണതാണോ? എന്താണ്? ഞങ്ങൾ അവരെ ചാരിയ ഈ കൗരവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ നമ്മൾ ജയിക്കുമല്ലോ. അവരെ തോൽപ്പിച്ചിട്ട് ഞങ്ങൾ ജയിക്കണതാണോ? യദിവ അതല്ലാച്ചാൽ നഹ ജയേയുഹു അവർ ഞങ്ങളെ ജയിക്കണതാണോ? അവർ ഞങ്ങളെ തോൽപ്പിച്ചിട്ട് അവർ ജയിക്കുമല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ ജയിക്കണതാണോ അവർ ജയിക്കണതാണോ ഏതാ കേമ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന്. അതേ അതിൻ്റെ മലയാളം. ഇതൊക്കെ വളച്ച് ചീറ്റി പറഞ്ഞാൽ ചിലരൊക്കെ ഇങ്ങനെ അന്താളിച്ച് നോക്കുകയാണ് ഇതെന്താ ഇനി ഉണ്ടാവാൻ പോണേന്ന്. അത്ര വലിയ കാര്യമൊന്നുമില്ല അതിൽ, അത്രയേ ഉള്ളൂ. അതായത് ഇപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവരെ അങ്ങോട്ട് യുദ്ധത്തിൽ അങ്ങോട്ട് പരാക്രമം കാണിച്ച് തോൽപ്പിച്ച് അവരങ്ങോട്ട് തോറ്റു, ഞങ്ങളങ്ങോട്ട് ജയിക്കും. അതാണോ ഞങ്ങൾക്ക് നല്ലത്? ഇനി അതല്ല അവരെല്ലാവരും കൂടി ഞങ്ങളെങ്ങോട്ട് തോൽപ്പിച്ചിട്ട് അവരങ്ങോട്ട് ജയിച്ച് കേമന്മാരാവുകയാണോ ഞങ്ങൾക്ക് നല്ലതെന്ന് എന്നുവെച്ചാൽ അത് ഞങ്ങൾക്കറിയില്ല. അത് വല്ലാത്ത ജാതി വിവരമായിപ്പോയി. അത് ഇതിലിപ്പോൾ ഏതാ ഗുണാവുകയെന്ന് അറിയില്ല. ഇത് രാവിലെ വയ്യായ അർജുനൻ ഉണ്ടായിരുന്നു ഇഡ്ഡലി കഴിക്കുമ്പം. എന്നുവെച്ചാൽ എന്താ, രാവിലെ ഇങ്ങോട്ട് പോരുമ്പോഴേ രാവിലെ അർജുനൻ യുദ്ധത്തിന് പുറപ്പെട്ടൊരുങ്ങി ആയുധമൊക്കെ ആയിട്ട് വണ്ടി കയറി പോരുമ്പം ഈ സംശയം ഉണ്ടായിരുന്നു? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് രാവിലെ തീർക്കണ്ടേ? ഒന്നും മനസ്സിലായില്ല. പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ?
ഇതിപ്പോൾ അർജുന ഇപ്പം എന്താ ചോദിക്കുന്നത്? നമ്മളിപ്പോൾ യുദ്ധത്തിൽ അവരെ പോയി തോൽപ്പിക്കണതാണോ, എന്നിട്ട് നമ്മൾ ജയിച്ച കേമന്മാരാവണതാണോ അപ്പോൾ നമുക്ക് ഗുണമാവുക? അതല്ല അവരെല്ലാവരും കൂടി വന്ന് നമ്മളെങ്ങോട്ട് തോൽപ്പിച്ച് നശിപ്പിച്ച കഷ്ടത്തിലാക്കിയിട്ട് അവർ ജയിച്ച കേമന്മാരായിട്ട് ഇരിക്കണതാണോ നമുക്ക് ഗുണമാവുക എന്നുള്ള കാര്യം രണ്ടെണ്ണല്ലേ. ആ രണ്ടിലിപ്പോൾ ഏതാ കേമെന്ന് ഇപ്പം അങ്ങോട്ട് മനസ്സിലാവണില്ല എന്ന്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം പെട്ടെന്നുണ്ടായ അർജുനുണ്ടായ മാറ്റാന്ന് മനസ്സിലായി. രാവിലെ നമ്മൾ കണ്ടതല്ലേ, വന്ന സമയത്ത് അർജുനൻ പറഞ്ഞത് എന്താണ്? ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹേ ധനുരുദ്യമ്യ പാണ്ഡവഃ എന്നൊക്കെ പറഞ്ഞു വന്ന അർജുനനാണ്. 2 നിമിഷം കൊണ്ടപ്പോൾ എന്തായത്? മാറിയിട്ട് ഏതാ? അപ്പം അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറയണേ, യാനേ വഹത്വാ ന ജിജീവിഷാമ തേവസ്ഥിത പ്രമുഖേ ധർത്തരാഷ്ട്രാഹ. അർജുനൻ പറയണേ, യാതൊരുവന്മാരെ ഹത്വ, ആരെ കൊന്നിട്ടാണോ, ന ജിജീവിഷാമ. ജിജീവിഷാമ എന്ന് വെച്ചാൽ എന്താർത്ഥം? ജിജീവിഷാമ എന്ന് പറഞ്ഞാൽ ജിജീവിഷാമ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആഗ്രഹിക്കുക, ജീവിക്കാൻ ആഗ്രഹിക്കണേന്ന്. അതിന് സന്നദ്ധ സ്വരൂപങ്ങളെന്ന് പറയും. ഇപ്പം പിപഠിഷാമ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പഠിക്കാൻ ആഗ്രഹിക്കുക. ജിഗമിഷ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പോവാനുള്ള ആഗ്രഹം. ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. ഓരോ ആഗ്രഹങ്ങളുണ്ടാവില്ല, അതിനെ ഓരോന്നിനാണ് എന്ത് പറയുക? പിപഠിഷ പഠിക്കാനുള്ള ആഗ്രഹം. ജിഗമിഷ ജിഗമിഷ പോവാനുള്ള ആഗ്രഹം, മനസ്സിലായി? ജിഗീഷ അടുത്ത വീട്ടിലെ കുട്ടിയുടെ പേരാന്നാ? അല്ല, ജിഗീഷ ജയിക്കാനുള്ള ആഗ്രഹം, മനസ്സിലായില്ലേ? ദിദൃക്ഷ കാണാനുള്ള ആഗ്രഹം, മനസ്സിലായില്ലേ? ബുഭുക്ഷ ബുഭുക്ഷ പറഞ്ഞാൽ കഴിക്കാനുള്ള ആഗ്രഹം. പിപാസ കുടിക്കാനുള്ള ആഗ്രഹം, മനസ്സിലായില്ലേ? ഇപ്പോൾ ഓരോന്നിന് അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ കുറേ പദങ്ങളുണ്ട്. അപ്പം അതുപോലെ എന്താ? ജിജീവിഷ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ആഗ്രഹം. ജിജീവിഷാമഹ ജീവിക്കാൻ ആഗ്രഹിക്കുക. ന ജിജീവിഷാമഹ ജീവിക്കാൻ. അപ്പം യാൻ ആരെയൊക്കെ ഹത്വ കൊന്നാലാണോ, കൊന്നിട്ടാണോ, ന ജിജീവിഷാമഹ ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത്, തേ ആ പ്രമുഖേ ധാർത്തരാഷ്ട്രാഹ ആ ധാർത്തരാഷ്ട്രന്മാർ ധൃതരാഷ്ട്രൻ്റെ മക്കൾ കൗരവന്മാരെ അവരെല്ലാവരും പ്രമുഖേ അവസ്ഥിതാഹ മുമ്പിൽ തന്നെ വന്ന് നിൽക്കണമെന്ന്. പ്രമുഖേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രമുഖേ മുമ്പിൽ, അവസ്ഥിതാഹ വന്ന് നിൽക്കണോ. ഇപ്പം ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ? മുഴുവനായിട്ട് അർത്ഥം പറയുമ്പം പാണ്ഡവന്മാരായിട്ട് ഇപ്പോൾ അർജുനൻ പാണ്ഡവന്മാരെല്ലാവരും കൂടി ചേർന്ന് കൗരവന്മാരെ തോൽപ്പിച്ച് പാണ്ഡവന്മാർ ജയിച്ചിരിക്കുന്നതാണോ, അതല്ല കൗരവന്മാരെല്ലാവരും കൂടി ചേർന്ന് പാണ്ഡവന്മാരെ തോൽപ്പിച്ച് കൗരവന്മാർ ജയിച്ചിരിക്കുന്നതാണോ? ഏതാണ് ഞങ്ങൾക്കതിൽ കേമായിട്ട് ഗുണമാവുക എന്ന് ഞങ്ങൾക്കിപ്പോൾ നിശ്ചയില്ല. മാത്രമല്ല ആരെ കൊന്നിട്ടാണോ, അല്ലെങ്കിൽ എന്താ പറഞ്ഞ, ആരെ കൊന്നിട്ടാണോ ജീവിക്കാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കാത്തത്, ആ കൗരവന്മാരതാ മുമ്പിൽ തന്നെ വന്ന് നിൽക്കണു ചാവാനായിട്ട്. അവരെയാണ് കൊല്ലേണ്ടതേ. എന്തല്ലേ അർജുനൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇതാണ് അർജുനൻ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. യുദ്ധം ചെയ്യാനായിട്ട് ആയുധം എടുത്ത് രാവിലെ ഒരുങ്ങി പുറപ്പെട്ട് വില്ലാളി വീരനായിട്ട് സവ്യസാചിയായിട്ട് വന്ന അർജുനന് സ്ഥിതിയപ്പത് എന്ത്? അങ്ങോട്ട് കൊല്ലുക വേണ്ടു, ഇങ്ങോട്ട് ചാവുക വേണ്ടു എന്ന്. ഒരു ക്ഷത്രിയൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് ചാവാനോ അതോ ശത്രുവിനെ കൊല്ലാനോ? എന്തെങ്കിലും ഒന്നും ഉണ്ടാവട്ടെ വെച്ചിട്ടാണോ? അങ്ങനെയല്ല. എന്ത് നിരീക്ഷിച്ചിട്ട് എന്നെ തീരുമാനിച്ചിട്ടാണോ ഒരു ക്ഷത്രിയൻ പോണത്? ശത്രുവിനെ കൊല്ലാനാണ് പോണത്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് മരിച്ചു പോയി എന്നൊക്കെ വരും. പക്ഷെ എന്നാലും അദ്ദേഹം പുറപ്പെട്ടത് മരിക്കാനല്ല, എന്തിനാണ്? ശത്രുവിനെ നശിപ്പിക്കാനാണ്. പക്ഷെ അർജുനൻ ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അതാണോ നല്ലത്, ഇതാണോ? ഒരു വിവരമില്ലേ ഇയാൾക്ക്. നേരത്തെ എന്തായിരുന്നു? നല്ല വിവരമായിരുന്നു. ആർക്ക്? 1-ാം അധ്യായത്തിലൊക്കെ നല്ല വിവരമായിരുന്നില്ല. എന്തൊക്കെയാ ഭഗവാനോട് പറഞ്ഞത്? ഭഗവാൻ നോട്ട്സ് കുറിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് അർജുനൻ്റെ വിവരം? അർജുനൻ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറയുക ചെയ്ത്, ശാസ്ത്രങ്ങൾ ഇങ്ങനെ വെടുപ്പായിട്ട് ഇങ്ങനെ അടുക്കടുക്കായിട്ടാണ് പറഞ്ഞത്. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞാൽ മറ്റേ ഗുളിക 2 അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഇപ്പം എന്ത് വരുന്നത്?
ഒരു വിവരല്യായ ഉണ്ട് എന്നൊക്കെയുള്ള മട്ടായത്. ശരിയല്ലേ? ഇപ്പം എന്താ വേണ്ടോ നിശ്ചയില്ലാണ്ടായി നമ്മളങ്ങനെ പറയില്ലേ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താ വേണ്ടോ നിശ്ചയില്ലാണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആകെ കൂടി ഒരു ആശയക്കുഴപ്പത്തിലായി എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതിപ്പോൾ രണ്ടാമത്തോളം എന്നെ ബോംബേക്കും വിളിക്കുന്നുണ്ട്, മൂത്തോൻ ഡൽഹിക്കും വിളിക്കുന്നുണ്ട്. ഞാനാച്ചാ അപ്പം എന്താ വേണ്ടു ഉശല്യാണ്ടായി ചെന്തർത്ഥം? സ്വൈരല്യാണ്ടായി എന്ന്. എന്താ സ്വൈരായിട്ട് നാട്ടിൽ കഴിഞ്ഞു കൂടായിരുന്നു. അപ്പോൾ അവൻ്റെ വിളി ഇപ്പം എന്താ വേണ്ടത് നിശ്ചയില്ലേണ്ടായി പറഞ്ഞാൽ നമ്മളൊരു അങ്ങടോ ഇങ്ങടോ എന്നൊരു ചാഞ്ചല്യത്തിലായി എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതന്നെ അപ്പോൾ ഇവിടെ പറയുന്നത് എന്ത്? യുദ്ധം ചെയ്ത് ജയിക്കുകയേ വേണ്ടു, യുദ്ധത്തിൽ ഇവർ നമ്മളെ ജയിച്ച് അവർ നേരെയാവുക വേണ്ടു എന്നുള്ള കാര്യം എനിക്കറിയില്ലേ. ഏതായാലും ഈ ആരെ കൊന്നിട്ടാണോ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത് ആ കൗരവന്മാരിതാ മുമ്പിൽ വന്ന് നിൽക്കണമെന്ന്. അപ്പം അർജുനൻ രാവിലെ പിന്നെ കൗരവന്മാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വന്നത് അവിടേക്ക് ആണോ? അപ്പം എന്തിനാ വന്നത്? യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്യുമ്പോൾ എന്തുണ്ടാവും? മരിക്കില്ലേ? യുദ്ധം ചെയ്യുമ്പോൾ മരിക്കില്ലേ? അപ്പോൾ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹ എന്ന് പറഞ്ഞാൽ ആ കൊല്ലണം എന്നൊക്കെയുള്ള തോന്നലിൻ്റെ ഒരു ശക്തിയല്ലേ കാണിച്ചത്? ശരിയല്ലേ ഇത്? അപ്പോൾ കൗരവന്മാരെ കൊല്ലാതെ കണ്ട് അല്ലേ, കൊല്ലാതെ കണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചവരാണോ? ഈ കൗരവന്മാർക്ക് ആർക്കൊരു പരിക്കുണ്ടാവരുത്, അവർക്കൊരു കേടുണ്ടാവരുത്, ഒരു ദുരിതം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചവരാണോ പാണ്ഡവന്മാർ? ആണെങ്കിൽ യുദ്ധത്തിൽ ഒരുങ്ങി പുറപ്പെട്ടു വരുമോ? എന്തൊക്കെ ബുദ്ധിമുട്ടിനി പാണ്ഡവന്മാരുടെ നേരെ കൗരവന്മാർ ചെയ്താലും കൗരവന്മാരാരും മരിച്ചു പോകാൻ പാടില്ല ഒരു കാലത്തും എന്നുള്ള അതിയായ മോഹം ഉള്ളിൽ കൊണ്ട് നടക്കണവരാണ് പാണ്ഡവർ വെച്ചാൽ അവരാരെന്ത് പറഞ്ഞ് എന്തൊക്കെ കൗരവന്മാർ ഉപദ്രവം ചെയ്താലും ഇവരെന്ത് ചെയ്യാൻ പാടില്ല? ഞങ്ങൾ നിങ്ങളെ കൊല്ലില്ല, നിങ്ങളിനി എന്ത് ചെയ്യും, നിങ്ങൾ വിവരമില്ലാണ്ട് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അമർന്നിരിക്കുക വേണ്ടത്. അത് ചെയ്തുവോ? പിന്നെ എപ്പോഴതൊക്കെ തോന്നണത്? ഇതപ്പം ഒരമണിക്കൂറായിട്ടേ ഉള്ളൂ. ശരിയല്ലേ ഇത്? ഈ വ്യത്യാസമാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് അർജുനൻ പറയുന്ന മഹിമയല്ല, അർജുനനുണ്ടായ വ്യത്യാസം. ഇപ്പം ആദ്യം വലിയ കാര്യങ്ങൾ പറഞ്ഞു. അർജുൻ എന്താ പറഞ്ഞത്? യോത്സ്യൈതി എന്നൊക്കെ പറഞ്ഞില്ല. യുദ്ധം രഥോപസ്ഥ ഉപാവിശൽ, തേരിൻ്റെ തട്ടിൽ അവിടെ കണ്ടിരുന്നു. എന്ത് പറഞ്ഞിട്ട്? ഒന്നാം അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകം നോക്കൂ. നയോത്സ്യ ഇതി ഗോവിന്ദം അല്ലേ? അതിനല്ലേ ശ്ലോകം. ഗോവിന്ദനോട് എന്താ പറഞ്ഞത്? രഥോപസ്ഥ ഉപാവിശൽ. രഥോപസ്ഥം തേർത്തട്ടിലിരുന്നു. ചെയ്യില്ല എന്നങ്ങടെ പറഞ്ഞിട്ട് തന്നെയാണ് ഇരുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇപ്പം ചെയ്യില്ല എന്നല്ല പറഞ്ഞത്, എന്താ വേണ്ട നിശ്ചയില്ല എന്നാണ്. കുറച്ച് വ്യത്യാസം വന്നില്ലേ? എന്താണ് ജയിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അവരെ ജയിക്കുക അല്ലെങ്കിൽ നമ്മളെ അവർ ജയിക്കുക വേണ്ടോ നിശ്ചയില്ല. ഏതായാലും ഇവർക്കൊക്കെ ഇവരെയൊക്കെ കൊന്നിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്തവർ ഇപ്പം അവരെ കൊല്ലാൻ പോരേണ്ടി വന്നൂലോ എന്നൊരു വിഷമം കൂടിയാണ് അർജുനൻ്റെ വാക്കിലേക്ക് കിടക്കുന്നത്. ധാർത്തരാഷ്ട്രന്മാർ മുമ്പിൽ വന്ന് നിൽക്കണോ, അവരൊന്നും കൊല്ലാൻ നമ്മൾ മോഹിച്ചില്ല. എന്തായാലും ഇവിടെ ഒരു മാറ്റം ഉണ്ടായി. മാറ്റം എന്താണെന്നറിയോ? എന്താ വേണ്ടതെന്ന് അറിയില്ല എന്നൊരു വിവരം ആർക്കുണ്ടായി? ഇതുവരെ ഒക്കെ വേണ്ടത് നിശ്ചയുള്ള ആളായിരുന്നു അവർ അർജുൻ. ഇപ്പോഴോ ഇപ്പോൾ ഒരു സംശയമായി, എന്താ വേണ്ട, കുറച്ചൊരു മാറ്റം വന്നേ. അപ്പം അങ്ങനെ വന്ന സ്ഥിതിക്ക് എന്നിട്ട് അർജുനൻ ഇനി പറയുക കേട്ടോ. അടുത്ത ശ്ലോകം നോക്കണേ, 7-ാമത്തെ. ഇത് ഇത്രയല്ലേ പറയണ്ടു? 7-ാമത്തെ പദ്യം. സംശയം വല്ലതും ഉണ്ടോ? ആറില്ല അല്ലൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അതായത് പാണ്ഡവന്മാരെ കൗരവന്മാരെ യുദ്ധത്തിൽ ജയിച്ച് ഞങ്ങൾ ജയം നേടുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളെ ജയിച്ചിട്ട് കൗരവന്മാർ ജയം നേടി കേമന്മാരാവുകയാണോ വേണ്ടത് എന്നുള്ള കാര്യം അറിയില്ല. പിന്നെ എന്താ വെച്ചാൽ ആരെ കൊന്നിട്ടാണോ ജീവിക്കണമെന്ന് പോലും ഞങ്ങൾ ആഗ്രഹിക്കേണ്ടിയിരുന്നത് അതാ വന്നിരിക്കണോ, ആ കൗരവന്മാർ മുമ്പിൽ തന്നെ വന്ന് നിൽക്കണു യുദ്ധത്തിനായിട്ട്. ഞാൻ ഇത്രയാണ് അതിൻ്റെ അർത്ഥം. അത് വ്യാഖ്യാനങ്ങളൊക്കെ എഴുതുമ്പോഴുള്ള സൗകര്യത്തിന് വ്യാഖ്യാതാക്കളെ ചേർത്ത് അങ്ങനെ വേണമെന്നില്ല. അതൊക്കെ ഓരോന്നോരോന്ന് ഒറ്റയ്ക്ക് തന്നെ അർത്ഥം പറയാൻ പറ്റുന്നുണ്ടല്ലോ. മനസ്സിലാവണില്ലേ? ഒറ്റയ്ക്ക് പറയുമ്പം അതിപ്പോൾ അതിലെങ്ങനെ പറഞ്ഞാലും വിരോധമില്ലേ. നമ്മൾ ഈ ഒറ്റയ്ക്കുള്ള ശ്ലോകം മനസ്സിലാക്കി വെച്ചിട്ട് പിന്നെ വായിച്ചു നോക്കിയാൽ വേഗം മനസ്സിലാവുകയെ. ഈ ക്ലാസ്സിൽ ഇരുന്നതിൻ്റെ ശേഷം ഭഗവത്ഗീതയുടെ ഏത് പുസ്തകം വായിച്ചാലും നമുക്ക് എന്ത് കിട്ടും? നല്ല വെളിച്ചം കിട്ടും. വെടുപ്പായിട്ട് ഓരോ അക്ഷരം പദം നമുക്ക് നിശ്ചണ്ടേ, ചേർക്കണ വിദ്യം പഠിച്ചിട്ടേ. അപ്പോൾ പിന്നെ നമുക്ക് വിഷമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് അർജുനൻ ഭഗവാനോട് പറയണേ, ഇപ്പം ഇത്രയും നേരം എനിക്ക് ഒക്കെ അറിയാം എന്നുള്ള മട്ടിൽ സംസാരിച്ച അർജുനൻ ഇപ്പം പറയണു എനിക്ക് എന്താ വേണ്ടോ നിശ്ചയില്ലാന്ന്. ഭഗവാൻ മിണ്ടിയോ?
മിണ്ടിയോ? ഒന്നാം അധ്യായത്തിൽ ചെയ്ത പണി ഇനി എപ്പോഴും മറ്റേ ഗുളിക കൊടുത്തതിന് ശേഷം പിന്നെ ആരും മിണ്ടുന്നില്ല. ഗുളിക പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആ 2 ശ്ലോകത്തിലെ മരുന്ന് നല്ല നല്ല കലശലായ മരുന്നാണ് കൊടുത്തത്. അതങ്ങോട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെയും അതങ്ങോട്ട് ചെന്നിട്ട് ഉള്ള അവസ്ഥ